ഗൈസ്, നമുക്കിന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധാ കട്ട്ലേറ്റ് അല്ല, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇടിച്ചക്കയും കൊണ്ടൊരു കട്ട്ലേറ്റാണ്. നമുക്ക് നോക്കിയാലോ. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാമേ. കുനുകുന അരിഞ്ഞ ചക്കയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉടച്ച കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത്ര ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുനുകുന അരിഞ്ഞ ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ചക്കയുടെ മിക്സിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. അതിനുശേഷം നമുക്ക് ആ മിക്സ് കട്ട്ലേറ്റിന് ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് മുക്കി കൊടുക്കാം. അതിനുശേഷം പൊടിച്ച് വെച്ച ബ്രെഡ് പൊടിയിലോട്ടും മുക്കി കൊടുക്കാം. നമുക്ക് ഈ റസ്ക് പൊടിയും മുക്കിയത് അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിരിക്കുന്നു കേട്ടോ.